എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് റെഡീം കോഡ് ഫ്രീ ഫയർ ഡയമണ്ട്സ് ഒക്കെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പം പുതിയൊരു ആപ്ലിക്കേഷനാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് വെച്ചാൽ വീഡിയോസ് വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, പ്ലേ സ്റ്റോറിൽ പോകുന്നു. ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ബൂം എന്നാണ് ആപ്ലിക്കേഷന് പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട് ആപ്ലിക്കേഷന്. ചെറിയ ഒരു ആപ്ലിക്കേഷനാണ്, ഒരുപാട് ഡൗൺലോഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇൻ്റർഫേസ് വരും. ലോഗിൻ സൈനപ്പ്, അതുപോലെ ലോഗിൻ വിത്ത് ഗൂഗിൾ. അപ്പോൾ ലോഗിൻ വിത്ത് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ലോഗിൻ വിത്ത് ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുക. ഇമെയിൽ ID സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ലെങ്കിൽ നിങ്ങൾ സൈനപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അല്ലാതെ ഇമെയിൽ IDയും പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ IDയുടെ എല്ലാ ഈ ഒരു അക്കൗണ്ട് അക്സസ് ചെയ്യാൻ വേണ്ടി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഗൂഗിൾ വെച്ച് അങ്ങ് ലോഗിൻ ചെയ്താൽ മതി. അടുത്തായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ നിങ്ങളുടെ Paytm നമ്പർ എൻ്റർ ചെയ്യുക. Paytm ഉള്ളവർ, കാരണം Paytm റെഡീം നമുക്ക് വരുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് റെഡീം ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് Paytm ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താൽ മതി. റഫർ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കാണാം, അത് എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് വന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് ഇതാണ് വരുന്നത്. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് വാലറ്റിൻ്റെ സെക്ഷൻ ഉണ്ട്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര എമൗണ്ട്, എത്ര കോയിൻസ് നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടെന്നറിയാം. ഇപ്പം ഞാൻ റഫർ കോഡ് എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ വാലറ്റിൽ കോയിൻസ് ഇല്ല. നിങ്ങൾ റഫർ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കോയിൻസ് കിട്ടുന്നതായിരിക്കും. അത് യൂസ്ഫുൾ ആയിരിക്കും. ബാക്കി പിന്നെ അങ്ങോട്ട് ഏൺ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആപ്ലിക്കേഷൻ അത് മെയിനായിട്ട് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഒരു 3 ഡോട്ട്സിൽ വരുമ്പോൾ മൈ ടീം, ഇൻവൈറ്റ്, അത് രണ്ടേ വരുന്നുള്ളൂ. അവിടെ ഇൻവൈറ്റ് ആൻഡ് റെഫർ ആൻഡ് ഏൺ ഓപ്ഷൻ. അല്ലാതെ നമുക്ക് സെൽഫ് ഏണിംഗ് വരുന്ന എല്ലാം ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെയാണ് വരുന്നത്. അവിടെ ആയതിന് നമുക്ക് ഡെയിലി ബോണസിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഡെയിലി നിങ്ങൾക്ക് ഇവിടെ ബോണസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് ചെറിയ ലോഡിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ബലൂൺസ് ലോഡായി വരാത്തത്. ഇവിടെ നിങ്ങൾക്ക് ബലൂൺസ് കിട്ടും. അതിനകത്ത് 5 ബലൂൺ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കോയിൻസ് സൈനപ്പ് ബോണസ് ആയിട്ട്, സൈനപ്പ് ബോണസ് അല്ല, ഡെയിലി ബോണസ്. ഓക്കെ, ഡെയിലി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഓഫറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ടാസ്കുകൾ ഓഫേഴ്സും കംപ്ലീറ്റ് ചെയ്യാനാണ്. കുറച്ചുകൂടെ ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടും. സാധാരണ ആപ്ലിക്കേഷനകത്തെ പോലെയല്ല, കുറച്ചധികം ന്യൂ ഓഫേഴ്സും ന്യൂ യൂസേഴ്സിന് വേണ്ടി, കാരണം ആപ്ലിക്കേഷൻ പുതിയതായതാണ്, ന്യൂ യൂസേഴ്സിന് വേണ്ടിയുള്ള ഒരുപാട് ഓഫേഴ്സ് കാണും. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഓഫർ അവൈലബിൾ അല്ല, ഓഫർ ഉള്ള സമയത്ത് അത് വരും. അന്നേരം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പുതിയ ഓഫേഴ്സ് ആയിരിക്കും വരുന്നത് കൂടുതലും. താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം ഇതേപോലെ തന്നെയാണ്. കുറേ ഓഫേഴ്സ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം. ഇത് ഓഫേഴ്സ് അല്ല, ആക്ച്വലി ഇത് ടാസ്ക്കാണ്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചും കോയിൻ കിട്ടും. സെയിം നമ്മൾ ഓഫറിൽ ചെയ്യുന്ന പോലെ തന്നെ എന്താണോ നമ്മൾ ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് അത് ഫോളോ ചെയ്യുന്നു, അതേപോലെ നമുക്ക് കോയിൻസ് കിട്ടുന്നു. അത് തന്നെയാണ് വരുന്നത്. മെഗാ ഓഫേഴ്സിൽ വരുമ്പോൾ നമ്മൾ മറ്റേ ആപ്ലിക്കേഷനിൽ കാണുന്ന പോലെ ഓഫർ ടോറോ, ആഡ്ജം, AYT, ആഡ്ജം, ആഡ്സെൻസ്, CPL ലീഡ്, ഇങ്ങനെ ഈ കമ്പനികളുടെയൊക്കെ ഓഫേഴ്സാണ് വരുന്നത്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ നേരെ ക്രോമിലേക്ക് പോകുന്നതാണ്, കാരണം ഇത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ്റെ അല്ല, അവരുടെ വെബ്സൈറ്റിൻ്റെ ആണല്ലോ. വേറെ കമ്പനിയാണ് നമുക്ക് ഓഫേഴ്സ് തരുന്നത്. പക്ഷേ നമുക്ക് കോയിൻസ് കിട്ടുന്നുണ്ട്. ഓരോന്നിനും 600 കോയിൻസ്, 180 കോയിൻസ്, 675 കോയിൻസ്. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഓഫ് കോയിൻ നമുക്ക് എല്ലാത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. അതൊരു കാര്യമാണ്. ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മൈ കോയിൻസ് എന്ന സെക്ഷൻ ഉണ്ട്. നിങ്ങൾ ഏൺ ചെയ്ത കോയിൻസും കംപ്ലീറ്റ് ചെയ്ത ടാസ്ക്കും ഇൻ പ്രോഗ്രസ്സിൽ കിടക്കുന്ന ടാസ്ക്കും പെൻഡിങ്ങിൽ കിടക്കുന്ന ടാസ്ക്കും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതെല്ലാം വരും. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഫേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, കോയിൻസ് കിട്ടും. ഇപ്പുറത്തായിട്ട് റെഫറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ ഈ 3 ഡോട്ട്സിൽ കണ്ടത്. അത് പറയാം ലാസ്റ്റിൽ. ഇവിടെ ക്വിസ് ചെയ്യാം. ക്വിസിന് ആൻസേഴ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. പക്ഷേ ഇത് ക്യൂറിക്കേഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പോയിന്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഈ വെബ്സൈറ്റിലായിരിക്കും ഏൺ ചെയ്യുന്നതൊക്കെ. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അത് ക്രെഡിറ്റ് ആവത്തില്ല. സോ ഈ ക്വിസ് എന്ന് പറയുന്ന ഓപ്ഷന് വലിയ യൂസ് ഒന്നുമില്ല. വേണമെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ കോയിൻസ് കിട്ടുന്നതൊക്കെ വെബ്സൈറ്റിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. ആപ്ലിക്കേഷനകത്ത് വന്നാലേ വിഡ്രോ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പുറത്തായിട്ട് റീഡ് ആർട്ടിക്കിളിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആർട്ടിക്കിൾ വായിക്കാം, അതിന് നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇത് നമുക്ക് ഡെയിലി 10-15 ആർട്ടിക്കിൾസ് വായിക്കാൻ സാധിക്കും. ഓരോ ആർട്ടിക്കിളിനും 10 കോയിൻസ് വെച്ച് കിട്ടും. ആർട്ടിക്കിൾ എന്തോ വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 10 കോയിൻസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ കാണുന്ന ആർട്ടിക്കിളാണ് നിങ്ങൾ വായിക്കേണ്ടത്. പക്ഷേ റീഡയറക്റ്റ് ആവുന്നതിന് മുന്നേ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ടിക്ക് ബട്ടൺ വന്നിട്ടുണ്ട്. അത് നമ്മൾ ആർട്ടിക്കിൾ വായിച്ചു എന്നാണ് അത് കാണിക്കുന്നത്. ചില സമയത്ത് ബഗ് കാരണം അത് വരണമെന്നില്ല. ടിക്ക് വന്നാലും കോയിൻസ് ക്രെഡിറ്റ് ആവണമെന്നില്ല. ചെറിയ ബഗ്ഗുള്ളതുകൊണ്ടാണ്. ഇപ്പം പക്ഷേ നമ്മൾ ആർട്ടിക്കിൾ വായിച്ചില്ല, അവിടെ ചെന്നില്ല, അതിന് മുന്നേ ടിക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് കോയിൻ ക്രെഡിറ്റ് ആയി. ഇപ്പം വാലറ്റിൽ പോയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അത് അങ്ങനെ ചെറിയ ബഗ്ഗൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാം മാക്സിമം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് കോയിൻസ് കിട്ടും. ഇപ്പോഴത്തെ ടെക്ടൂസ് ഇതെല്ലാം വരുന്നതും സെയിം ഇതുപോലെ തന്നെയാണ്. പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കോയിൻസ് ഏൺ ചെയ്ത ഈ ഒരു വെബ്സൈറ്റിനകത്താണ് കിട്ടുന്നത്. അതുകൊണ്ടും കാര്യമൊന്നുമില്ല. ഗെയിംസിലേക്ക് വന്നാലും സെയിം ഇതുപോലെ ഗെയിം ഷോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ കോയിൻസ് കളക്ട് ചെയ്താലും വെബ്സൈറ്റിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻസ് കൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഒരു ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ബബിൾ ഇവിടെ പൊട്ടിക്കാമെന്ന് പറഞ്ഞു. ആപ്ലിക്കേഷൻ കുറച്ച് സ്ലോ ആണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നും ലോഡായി വരത്തില്ല.
ഇല്ല ഈ ഇൻ്റർഫേസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബബിൾ ഗെയിം കളിക്കാം. ബും ബബിൾ എന്ന് പറയുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കളിക്കാം. നമ്മൾ ഒരു ബബിൾ പൊട്ടിച്ചു, 17 കോയിൻസ് കിട്ടി. കളക്ട് നൗവിൽ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ടു വാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അഡ്വർടൈസ്മെൻറ്റ് ചിലപ്പോൾ ലോഡായി വരും. 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 5 സെക്കൻഡ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. അത് ക്ലോസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മിനിമം ഒരു 5 ബലൂൺസ് എങ്കിലും പൊട്ടിക്കുക. കുറച്ച് ബബിൾ പൊട്ടിച്ചു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഹിസ്റ്ററിയിൽ 98 കോയിൻസ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ കുറച്ച് ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ബോണസ് കളക്ട് ചെയ്യാം. ആഡ് ടു വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം. അന്നേരം ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ലോഡാവും. ഇതിനകത്ത് നമുക്ക് ചിലപ്പം ആഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വരും. നമുക്ക് ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അതിനകത്തുള്ള ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ചിലപ്പം ബഗ് കാരണം നമുക്ക് ഓട്ടോമാറ്റിക്കലി കോയിൻ ക്രെഡിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം ക്രെഡിറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. ഇത് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിൽ പോകുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഏതെങ്കിലും ചെറിയ MB ആപ്ലിക്കേഷൻ, ഇപ്പം ഇതിന് 12 MB വരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ ഇൻസ്റ്റാൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 60, 80, 90, 100 MB ഒക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങളിവിടെ മുകളിൽ വന്നിട്ട് സെർച്ച് ബാറിൽ വന്നിട്ട് KB ഗെയിംസ് എന്നോ അല്ലെ 1 MB ഗെയിം എന്നോ അല്ലെ 1 KB ഗെയിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ടാസ്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ട് നൈസായിട്ട്. അപ്പോൾ ഞാനിപ്പം ചെറിയൊരു KB ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത്. 12 MB ഉള്ളായിരുന്നു എന്നാലും. എന്നിട്ട് ബാക്ക് അടിച്ചു. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് ബാക്ക് അടിക്കുക. അപ്പം തന്നെ നമുക്ക് 100 കോയിൻസ് ക്ലെയിം ചെയ്യാം. ആഡ് ടു വാലറ്റ് ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് അങ്ങ് ക്ലെയിം ചെയ്യാം. KB എന്ന് പറയുമ്പം പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. നിങ്ങളെ നെറ്റ് പോകത്തുമില്ല. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഡെയിലി ഇങ്ങനെ ബോണസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഡെയിലി ബോണസ് ഇങ്ങനെ തന്നെ കളക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ അപ്പുറത്ത് പോയിട്ട് നമ്മൾ ബബിൾ പൊട്ടിക്കണം. അത് മിനിമം ഒരു 5 എണ്ണമെങ്കിലും പൊട്ടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു പ്രശ്നമുള്ളൂ. പിന്നെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സ് അല്ല, ടാസ്ക്കാണ് ആദ്യം പറഞ്ഞ പോലെ. ഓപ്പൺ ആപ്പ് ആൻഡ് യൂസ്, അതുകൊണ്ട് ഈ ഒരു ടാസ്ക് വരുന്നു. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. 100 കോയിൻസ് ആണ് കിട്ടുന്നത്. ഇതൊന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ന്യൂ യൂസേഴ്സിന് വേണ്ടി ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒത്തിരി ടാസ്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാത്തിനും നല്ല നല്ല കോയിൻസ്, നല്ല എമൗണ്ട് കോയിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിയാൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയോ, രജിസ്റ്റർ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാസ്ക് അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണോ, അതൊക്കെ നോക്കുക. അതനുസരിച്ച് കൂടുതൽ കോയിനും കാര്യങ്ങളും കിട്ടും. ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് നോക്കി ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഒരു കാര്യം കൂടെ, കുറച്ച് ഓപ്ഷൻസും കൂടെ പറയാനുണ്ട്. ഇവിടെ നമുക്ക് ഇൻവൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇൻവൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സിന്. അപ്പോൾ റെഫർ ചെയ്യുമ്പം അവർക്ക് കോയിൻസ് കിട്ടും. നിങ്ങളുടെ ഈ ഒരു റെഫർ കോഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോയിൻ കിട്ടുമെന്ന് ചോദിച്ചാൽ അവർ ഏൺ ചെയ്യുന്നതനുസരിച്ച് കോയിൻ കിട്ടും. പക്ഷേ അത് ഫസ്റ്റ് ടൈം വിഡ്രോവൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിവിടെ എഴുതിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നോക്കുമ്പോൾ അങ്ങനെ കിടപ്പുണ്ട്. ഫസ്റ്റ് ടൈം വിഡ്രോവൽ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇത്ര കോയിൻ ഏൺ ചെയ്താലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് പെർസെൻറ്റേജ് കിട്ടും. വലിയ യൂസ്ഫുൾ അല്ല. അതുകൊണ്ടാണ് ആദ്യമേ പറയാഞ്ഞത് റെഫർ ചെയ്യേണ്ട കാര്യം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് വിഡ്രോ അടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വാലറ്റിലേക്ക് വരിക. വാലറ്റ് വിഡ്രോ സെക്ഷനാണ്. 198 കോയിൻസ് ഉണ്ട് നമ്മുടെ വാലറ്റിൽ. കുറച്ച് നേരം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഏൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് പേടിഎമ്മിൻ്റെ ഓപ്ഷനാണ് ആദ്യം തന്നെ വരുന്നത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിഎം ഉണ്ട്. പേടിഎം എൻ്റർ ചെയ്ത് വിഡ്രോ അടിക്കാവുന്നതാണ്. മിനിമം റെഡീം വരുന്നത് നമുക്ക് 10 റുപ്പീസിൻ്റെ വരുന്നുണ്ട്. 2000 കോയിൻസ് കളക്ട് ചെയ്താൽ 10 റുപ്പീസ് റെഡീം ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് 10,000 കോയിൻസ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 റുപ്പീസ് വരെ റെഡീം ചെയ്യാം. നമുക്ക് പേടിഎം അല്ലല്ലോ വേണ്ട, ഡയമണ്ടാണ് വേണ്ടത്. ഡയറക്റ്റ് ഡയമണ്ട് നിങ്ങൾക്ക് റെഡീം ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളുടെ ഫ്രീ ഫയർ ID എൻ്റർ ചെയ്യുക. UID ഫ്രീ ഫയറിൽ പോയിട്ട് UID കോപ്പി ചെയ്യുക. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡയമണ്ട് റെഡീം ചെയ്തെടുക്കാവുന്നത്. നമ്മുടെ ഡയമണ്ട് റെഡീമിനകത്തൊരു ഓപ്ഷൻ വരുന്നത് ഇവിടെ ഇപ്പം ജസ്റ്റ് ഓപ്ഷൻസ് ഓപ്പൺ ആയി വരുന്നില്ല എന്നേ ഉള്ളൂ. ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ. അത് 15,000 കോയിൻസിനാണ് വരുന്നത്. അത് വരുന്നത് 15,000 കോയിൻസിന് നിങ്ങൾക്ക് 60 ഡയമണ്ട് റെഡീം ചെയ്യാം ആപ്ലിക്കേഷനകത്തുനിന്ന്. അങ്ങനെയാണ് വരുന്നത്. BGMയിലേക്ക് മാറ്റി നോക്കിയാൽ ചിലപ്പം കാണാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 15,000 കോയിൻസിന് 60 UC വരും. അതേപോലെ തന്നെ 15,000 കോയിൻസിന് 60 ഡയമണ്ട് വരും. പക്ഷേ അത് കുറച്ച് കൂടുതലാണ് കോയിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യേണ്ടത്. കുറച്ച് ഡയമണ്ടാണ്. അതുകൊണ്ട് പേടിഎം ഉള്ളവർ പേടിഎം റെഡീം ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് അത് ഫ്രീ ഫയർ റെഡീം കോഡാക്കി മാറ്റാം. ഫ്രീ ഫയർ റെഡീം കോഡല്ല, ഗൂഗിൾ പ്ലേ റെഡീം കോഡ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യാമല്ലോ. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ഡയമണ്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അത്ര കോയിൻസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പെട്ടെന്ന് പോസിബിൾ അല്ല. പക്ഷേ 2000 കോയിൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് ദിവസം വർക്ക് ചെയ്താൽ മാത്രം മതി. ആപ്ലിക്കേഷൻ ഇത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി പുതിയ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏൺ ചെയ്യുക. ഇവിടെ മൈ ടീമിൻ്റെ ഒരു ഓപ്ഷൻ മോളിൽ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ റെഫർ ചെയ്യുന്നവരുടെയൊക്കെ ഡീറ്റെയിൽ ഒക്കെ കാണാം. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ പുതിയ ആപ്ലിക്കേഷൻ ഇട്ട് കാണാം. ടാറ്റ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.